ഭഗവതി തനിച്ച് ഒരിക്കലും യാത്ര ചെയ്യില്ല. അപ്പം ഭഗവതിയുടെ കൂടെ ഭഗവതിയുടെ ഭൂതഗണങ്ങളും കൂടിയിട്ടാണ്. അപ്പം ഞാൻ ഇവളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഇനി പൊക്കോ, നീ തുള്ളും, നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർപ്പത്തിന് തുള്ളിയെന്ന് മാത്രമല്ല, 6 വർഷം ഈ കുട്ടി മനസ്സസായിരുന്ന കുട്ടി മനസ്സസായിട്ടുമില്ല, ഇവിടെ സർപ്പത്തിനെയും തുള്ളിയ. അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജങ്ങളുണ്ട്. അത് ചില ഊർജ്ജങ്ങൾ, ദേവിയുടെ മൂർത്തികൾ, 28 മൂർത്തികൾ, 16 മൂർത്തികൾ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മധ്യ കേരളത്തിൽ പറയുക, കുംഭത്തിലെ ഭരണി മുതൽ മീനത്തിലെ ഭരണി വരെ ദേവിയും ദേവിയുടെ ഭൂതഗണങ്ങളും അഴിഞ്ഞാടണ സമയം എന്ന് പറയുക. അമ്മ അയ്യോ എന്നുള്ള നിലവിളി കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി പോകരുത്, അത് ചുടലയാണ്, ഇറങ്ങരുത് പറഞ്ഞു. കയറാൻ പറഞ്ഞു, അകത്തേക്ക് കയറൂ, ഭഗവതിയുടെ വരുത്തുപോക്ക് വരുന്ന സമയമാണ്. അത് എനിക്ക് കൃത്യമായിട്ട് കാണിക്കണം, ദേവിയും പരിവാരങ്ങളും അതേ പോണത് കാണിക്കണം. അതായത് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ഉപരിക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ നേരത്തെ ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്തുവേണമെങ്കിലും സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. ഒരു ദിവസം ഞാൻ ഒളിച്ചു നിന്നു, മറിഞ്ഞു നിന്നിട്ട് ഇത് എന്താ വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ശക്തമായ കാറ്റ്. ഈ നാട്ടിൻപുറങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ മാടൻ, രക്ഷസ്, ഇതിൻ്റെയൊക്കെ വരുത്തു പോക്ക് എന്ന രീതിയിലേക്ക്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണെങ്കിലും കൂടുതലും ക്ഷേത്രങ്ങളും കാവുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും പറയുന്നൊരു കാര്യമാണ്, ഒരു സമയം, ഒരു സന്ധ്യാസമയത്തിന് ശേഷം ഈ വയലുകളാണെങ്കിലും ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു വരുത്തു പോക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അത് ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ പടയണി നടക്കുന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ പടയണിക്ക് ശേഷം ഇന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നൊരു പറച്ചിലുണ്ട്. പടയണി എന്ന് പറയുമ്പോൾ രാത്രി ആ ഒരു പടയണി വെട്ടത്തിലാണ് ഇത് നടക്കുന്നത്, ആ പടയണി ഉണ്ടാവുക. അല്ലെങ്കിൽ അത് ആ ഒരു അനുഷ്ഠാനം ഇപ്പോഴും നിലനിന്ന് പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പടയണിക്ക് ശേഷം ഇങ്ങനെ ഒരു സൗഹൃദം, എല്ലാവരും കൂടെ സുഹൃത്തുക്കളെല്ലാം കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾക്ക് ഇതേപോലെ വളരെ ചിരിച്ച് കളിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. അത് അവർ ഭയങ്കര ഒരു എനർജി കയറുന്ന രീതിയിലേക്ക്, ഭയങ്കര ശക്തിയുള്ള രീതിയിൽ ഒരാളെ സ്തംഭിച്ച് നിൽക്കുക, ആ ഒരു രീതിയിലേക്ക് അവിടെ ഒരു പേടി സൃഷ്ടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതൊന്നും അറിയില്ല. അല്ലെങ്കിൽ പടയണിയൊക്കെ കൂടിയതിന് ശേഷം തിരിച്ചു പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായത്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ യാതൊരുവിധ ഓർമ്മകളോ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പോലും ഉണ്ടാവില്ല. ശരിക്കും ഈ ഒരു ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വരുത്തു പോക്ക്, അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. അത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയുമോളെ, അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജങ്ങളുണ്ട്. അത് ചില ഊർജ്ജങ്ങൾ, ദേവിയുടെ മൂർത്തികൾ, 28 മൂർത്തികൾ, 16 മൂർത്തികൾ. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദേവിക്ക് 64 കലകളുണ്ടെന്നും 64 യോഗിനികളുണ്ടെന്നും യക്ഷിണി കലകളും എല്ലാം പറയുന്നുണ്ട്. യക്ഷിണി കലകൾ 64 യക്ഷിണി കലകളുണ്ട്, വിവിധ യക്ഷിണി കലകൾ. യോഗിനികളോടൊപ്പം തന്നെ ഭൈരവന്മാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു നിഗൂഢമായ പദ്ധതികളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഭഗവതി തനിച്ച് ഒരിക്കലും യാത്ര ചെയ്യില്ല. അപ്പോൾ ഭഗവതിയുടെ കൂടെ ഭഗവതിയുടെ ഭൂതഗണങ്ങളും കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ മധ്യ കേരളത്തിൽ പറയുക, കുംഭത്തിലെ ഭരണി മുതൽ മീനത്തിലെ ഭരണി വരെ ദേവിയും ദേവിയുടെ ഭൂതഗണങ്ങളും അഴിഞ്ഞാടണ സമയം എന്ന് പറയുക. അപ്പം ആ സമയത്ത് അന്തരീക്ഷത്തിൽ പലതരം എനർജികളും ഊർജ്ജങ്ങളും ഇടത്തുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ഒരു കാറ്റ് പിടിച്ചിട്ടൊരു മൂർത്തിയുണ്ട്, ചുടല പറയും, ചുടല. അപ്പോൾ എന്നെ കാണാനൊരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീയും അമ്മയും മോളും കൂടി വന്നു. അവരുടെ ശരീരത്തിൽ മാടനാണ് ഉണ്ടായിരുന്നത്, മാടൻ. ഇവരെ ഞാൻ അവരുടെ മാടൻ്റെ മൂർത്തിയെ ഞാൻ വിളിച്ച് വരുത്തി കാണുകയൊക്കെ ചെയ്തതൊക്കെ രാഹുലിനോട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോണ നേരത്ത് പെട്ടെന്ന് ചുഴലി ഉണ്ടായി. അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ പെട്ടെന്ന് ചുഴലി കറങ്ങും. അപ്പം ഞാനത് കാണും ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, മോനെ കാരണം അത് പോയി അവരോട് പറയൂ, അവിടെ നിൽക്കാൻ പറയൂ, മുന്നോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു ഞാൻ. കാരണം ഈ ചുഴലി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൂർത്തിയാണ്, അന്തരീക്ഷത്തിലുള്ളൊരു ദേവിയുടെ തന്നെ ഒരു മൂർത്തിയാണ്. നമുക്ക് ആ ഊർജ്ജം നമ്മുടെ ബോഡിയിലേക്ക് എടുത്താൽ ഇപ്പം പറഞ്ഞ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ വരുത്തുപോക്കുകൾ, അന്തരീക്ഷത്തിൽ കൂടെ മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് ഭഗവതിയുടെ ഒരു എഴുന്നള്ളത്തുണ്ട്. അത്ര ഒരു അനുഭവം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു, മോളുടെയൊക്കെ പ്രായം ഉള്ളൊരു പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ വർഷവും അവരുടെ ക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് തുള്ളുക എന്നുള്ളതുണ്ട്. സർപ്പങ്ങൾക്കൊക്കെ സ്ഥാനം കൽപ്പിച്ചിട്ട് സർപ്പം തുള്ളലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യ പ്രതിഷ്ഠാ ദിനത്തിന് ഈ കുട്ടി സർപ്പം തുള്ളൽ, ശരിക്കും സർപ്പം തുള്ളി. പിന്നീട് അങ്ങോട്ട് 5 വർഷക്കാലം ഇവർക്ക് തുള്ളാൻ പറ്റണില്ല. കുട്ടി നാളെ സർപ്പക്കളാണെങ്കിൽ ഇന്ന് മെൻസസ്സാവും. അങ്ങനെയായിട്ട് 6ാമത്തെ വർഷമാണ് എന്നെക്കുറിച്ച് കേൾക്കണതും എന്നെ കാണാൻ വരുന്നതും. അപ്പം ഞാൻ ഇവളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഇനി പൊക്കോ, നീ തുള്ളും, നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു.
അന്ന് ഈ കുട്ടി സർപ്പത്തിന് തുള്ളി എന്ന് മാത്രമല്ല 6 വർഷം ഈ കുട്ടി മെൻസസ്സായിരുന്ന കുട്ടി മെൻസസ്സായിട്ടുമില്ല, ഇവിടെ സർപ്പത്തിനെയും തുള്ളി. അപ്പോൾ ഇത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയാണ് ഇതിങ്ങനെ ഒരു മൂർത്തിയെ വെച്ചിട്ട് ഇത് ചെയ്യിപ്പിച്ചിരുന്നത്. കാരണം ആ സ്ത്രീക്ക് എല്ലാവരിലുള്ള ഒരു ബഹുമതി കിട്ടാൻ വേണ്ടിയിട്ടും അത് അവരാണ് ആ സർപ്പം അവരുടെ മേലിലാണ് ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും ഈ കുട്ടീനെ തടയായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ മേലാണ് സർപ്പത്തിൻ്റെ ചൈതന്യം ഉള്ളത്, ആ സ്ത്രീയിൽ ഇല്ല താനും. അപ്പോൾ അവരിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ദേഹബന്ധനം കൊടുത്തപ്പോൾ ഈ മെൻസസ് എന്നുള്ളത് ഈ കുട്ടിക്ക് നിന്നിട്ട് ഈ കുട്ടി സർപ്പം തുള്ളി. ആ സർപ്പം തുള്ളിയതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഇവർ ക്ഷേത്രത്തിൽ പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാത്രി അർദ്ധരാത്രി ഇവരുടെ വീട്ടിൻ്റെ പരിസരത്തൊരു ചുടലക്കാട് എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങനെ നിലവിളി കേൾക്കുക, അയ്യോ എന്നുള്ള ശക്തമായ നിലവിളി കേൾക്കുക. അപ്പോൾ ഇവരെല്ലാവരും ലേറ്റ് ഇട്ട് എന്നെ വിളിച്ചു. രാത്രി 1:30 ഞാൻ നോക്കുമ്പോൾ 1:30. അമ്മ അയ്യോ എന്നുള്ള നിലവിളി കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി പോകരുത്, അത് ചുടലയാണ്, ഇറങ്ങരുത് പറഞ്ഞു. ഇതൊക്കെ വേണമെങ്കിൽ അന്ധവിശ്വാസമായിട്ട് കരുതണം, ഒരു കരുതിക്കോട്ടെ. നമുക്ക് പറയണത് ഇല്ലാത്തൊരു വസ്തുവിനെ അവർക്ക് അറിവില്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ല, ഉള്ളൊരു വസ്തുവിനെ ഇല്ല എന്ന് ധരിക്കാൻ വേഗം എളുപ്പമാണ്. അത് നമ്മളുടെ ബോധ മനസ്സിൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഉള്ള സാധനത്തിന് ഇല്ലാന്നാക്കി തീർത്താൽ ഇല്ലാതെ ആവില്ല. അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജങ്ങളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെ അവിടുന്ന് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങരുത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ അച്ഛൻ റോട്ടിൽ കൂടെ എങ്ങനെ ഫോൺ വിളിച്ച് നടക്കണുണ്ട് പറഞ്ഞു. കയറാൻ പറഞ്ഞു, അകത്തേക്ക് കയറൂ, ഭഗവതിയുടെ വരുത്തുപോക്ക് വരുന്ന സമയമാണ്. അത് എനിക്ക് കൃത്യമായിട്ട് കാണിക്കുകയാണ്. ദേവിയും പരിവാരങ്ങളും അതേ പോണത് കാണിക്കുകയാണ്. അതായത് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇവരുടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ നേരത്തെ ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇയാൾ അത് കേൾക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഇയാൾക്ക് ഉണ്ടാവും ചെയ്തു. ഇതേപോലെ ഈ ഒരു അലർച്ച കേൾക്കുമെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമൂഹമാണ് ആ ഒരു ഏരിയ ഫുള്ളും താമസിക്കുന്നത്. അതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്, ഒരു കുളവും കാവും ഒക്കെ ആയിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ് അപ്പോൾ അവരുടെ ഒരു അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ സമയത്ത് ചിലങ്കയുടെ സൗണ്ട് അവർ കേൾക്കുമായിരുന്നു. ഇവരെ വിശ്വസിക്കുന്നത് ക്രൈസ്തവ മതത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ രീതിയിൽ അറിവുണ്ടായിരുന്നില്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ശബ്ദം ഇവരിങ്ങനെ കേൾക്കുന്നതെന്ന്. പിന്നീട് എല്ലാവരും എന്ന് വെച്ചാൽ അവർ ഭയങ്കര അടുത്തടുത്താണ് വീടുകളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായ ശേഷം അപ്പോൾ അവരിങ്ങനെ അന്വേഷിച്ചു. അടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, ക്ഷേത്രവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് അവർക്ക് മനസ്സിലായത് ഈ ഒരു വരുത്തുപോക്കാണ്, അല്ലെങ്കിൽ ദേവിയുടെ പോക്ക്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി എല്ലാവരും ഒരു കേൾക്കത്, ചിലങ്കി എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ കൂടി പിന്നീട് അത് ശീലമായി. ഇപ്പോൾ ദേവിയുടെ വരുത്തുപോക്കാണ്, അവർ അതിനോട് അഡ്ജസ്റ്റ് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ ആദ്യം കേൾക്കുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നീട് അവരും അതിനൊരു വിശ്വസിച്ച്, അല്ലെങ്കിൽ അതാണ്, അല്ലെങ്കിൽ വരുത്തുപോക്കാണ്, ദേവി ഇങ്ങനെ പോകുന്നതാണ് എന്നൊരു വിശ്വാസം. അപ്പോൾ ഇത്തരത്തിൽ ചിലങ്കയുടെ ശബ്ദവും കേൾക്കാം ഉണ്ട്. അത്തരം അനുഭവം എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചിലങ്ക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത്, അല്ല എൻ്റെ മോളുടെ കുട്ടിക്കാലത്താണ് ദേവിയുടെ ചൈതന്യം ആദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് ഓടി വരുന്ന ശബ്ദമാണ് കേട്ടത്. അത് പാദസരം ഇട്ടിട്ട് ചിലങ്ക ഇട്ടിട്ട് മുത്തരഞ്ഞാണുള്ള പോലത്തെ പാദസരം ഇട്ടിട്ട് ഓടി വരുന്ന അനുഭവമാണ്. അപ്പോൾ എൻ്റെ മോളുടെ കാലം അതേപോലത്തെ പാദസരം കിടക്കണുണ്ട്. അപ്പോൾ എൻ്റെ മോള് തൊട്ടടുത്ത ബന്ധുവിൻ്റെ വീട്ടിലിരിക്കുന്ന സന്ധ്യയ്ക്ക് 7 മണി നേരത്ത് ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് സന്ധ്യ സമയത്ത്. അപ്പോൾ ഇരുട്ടാണ്, തമ്മിൽ കാണില്ല. ആ സമയത്താണ് ഓടി വരുന്ന ശബ്ദം കേട്ടത്. ഉത്തരഞ്ഞാണ്ടിട്ട് ഓടി വരുന്ന ശബ്ദമാണ് കേട്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഓടി ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ കുട്ടീനെ നീ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഇറക്കി വിട്ടേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിച്ചു, ഇരുട്ടത്ത് എന്തിനാ നീ കുട്ടീനെ വിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഏടത്തമ്മയ്ക്ക് എന്താ കുട്ടിയല്ല ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അപ്പോൾ ആരായിരുന്നു വന്നത്? ഈ ഭഗവതിയാണ് വന്നത്. ഞാൻ പേടിച്ച് വേഗം അകത്തേക്ക് കയറി. അങ്ങനെ 3 അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മുത്തരഞ്ഞാൻ ഇട്ടിട്ട്, അരമണി ചിലങ്ക ഇട്ടിട്ട്, പിന്നെ പതിയെ ശബ്ദമൊന്നുമില്ലാതെ 3 തവണകളിലായിട്ട് 3 അനുഭവം എനിക്കുണ്ടായിട്ട്. അതുകൂടാണ്ട് ബ്രഹ്മരക്ഷസ് പോകുന്നൊരു എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇത് പറഞ്ഞൊരു പക്ഷേ വിശ്വസിക്കില്ല. കാരണം അന്തരീക്ഷത്തിൽ ഊർജ്ജങ്ങളെ കാണാൻ പറ്റണ തന്നെയാണ് എൻ്റെ സിദ്ധി, കണ്ണിൽ കാണാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് ഒരു 1:30 സമയത്ത് 2 മണി സമയത്ത് ശക്തമായിട്ട് റോട്ടിൽ ലോഹത്തോണ്ട് ഇങ്ങനെ കുത്തി നടക്കുന്ന ശബ്ദം കേൾക്കുക. ഇത് എന്നും അർദ്ധരാത്രി 1:30 നേരത്താണ് കേൾക്കണത്. ഞാൻ എന്നും സമയം നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അതേ സമയത്ത് 1:30 ശക്തമായ ലോഹം കൊണ്ട് ഇങ്ങനെ കുത്തി നടക്കണ ശബ്ദം കേൾക്കുക. ഒരു ദിവസം ഞാൻ ഒളിച്ച് നിന്ന് മറിഞ്ഞ് നിന്നിട്ട് ഇത് എന്താ വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ശക്തമായ കാറ്റാണ്. അപ്പോൾ അന്നൊന്നും കണ്ടില്ല. പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ ഒളിച്ച് നിൽക്കുമ്പോൾ ഒരു വൃദ്ധനാണ്, ഒരു 6.5 അടി ഉയരത്തിലുള്ളൊരു വൃദ്ധനാണ് അർദ്ധരാത്രി സമയത്ത് ഈ വടി ഇങ്ങനെ
റോട്ടിൽ അടിയിൽ എന്തെങ്കിലും ലോഹം ഉണ്ടായിരിക്കാം, കാരണം ഇതിങ്ങനെ കുത്തുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ആരുമില്ല റോട്ടിൽ. 1:30-2 മണി സമയത്ത് ആരും ഇല്ലാത്ത സമയത്താണ് ഈ വൃദ്ധൻ ഇങ്ങനെ പോണത്. അപ്പോൾ ആ ജനലിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് ദേവിയുടെ ചൈതന്യമൊക്കെ ഉള്ളത് ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞ സമയത്താണ് ഞാൻ ഈ ശബ്ദം കേൾക്കണതും ഈ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ മറിഞ്ഞു നിന്നു. ഞാൻ ജനലിൻ്റെ അവിടെ അപ്പം എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ നിന്ന് ആളെ എന്നെ കാണുന്നുണ്ടെന്ന്? അപ്പോൾ ആ ഊർജ്ജത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കും ആളെ കണ്ടു, ആളെന്നെയും കണ്ടു. അപ്പോൾ ഈ ഒരു ദൈവിക ഊർജ്ജം ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തു. അത് കൂടാണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കണം നേരത്തെ എൻ്റെ കണ്ണിൽ കൂടെ ഒരു വെള്ള നിഴൽ ഇങ്ങനെ പാറിപ്പോവാണ്. അപ്പോൾ വെള്ള നിഴൽ പാറിപ്പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു നിഴൽ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ പാറിപ്പോയിട്ടുണ്ട്, അത് ഇതിലേ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലൊരു പാലുണ്ട്, ഏടിലം പാലുണ്ട്, വലിയ പാലായ. ഇവരുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഹസ്ബൻഡിൻ്റെ കുട്ടിക്കാലത്ത് അതിൽ യക്ഷി ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചിരുന്ന പാലാണ്. കാരണം തന്നെയൊക്കെ പാല കത്തണ അതും ഈ നിലവിളിയും ഒക്കെ മരണങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒരു പാലയാണ്. ആ പാലൊക്കെ ഇപ്പോൾ അവർ വെട്ടിമുറിച്ചെങ്കിലും ഊർജം അവിടെ എപ്പോഴും ചെറിയ രീതിയിലുണ്ട്, വലിയ രീതിയിലും ചെറിയ രീതിയിലുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യണത് ഞങ്ങളുടെ ഇവിടേക്ക് നോക്കിയിട്ടായിരിക്കണത്. അപ്പോൾ ഒരു വാസ്തുവൊക്കെ അറിയണ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ അവിടെ ബ്ലോക്ക് ചെയ്തോളൂ, അവിടെ നിന്ന് ഒരു ദൃഷ്ടി ഇങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദൃഷ്ടി നമുക്ക് ദോഷമില്ലെങ്കിൽ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്നെ വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് വളരെ സാഹോദര്യം. ഇപ്പോൾ മോൾ എന്നെ നോക്കണത് എങ്ങനെയാണ്? പൈശാചികമായിട്ടല്ലല്ലോ നോക്കണത്, വളരെ സ്നേഹത്തോടല്ലേ. ഇതേപോലെയാണ് അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മറയ്ക്കാത്തതും അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ നിഴൽ ഞാൻ കാണണം. അപ്പം നിഴൽ കാണുമ്പോൾ ഞാൻ ഭഗവതിയോട് ചോദിച്ചു, എന്ത് നിഴലാണ് പോയത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ബ്രഹ്മരക്ഷസാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി എന്താ അതിന് പരിഹാരം ചോദിച്ചപ്പോൾ പറഞ്ഞു, പരിഹാരം നീ മാസത്തിലൊരു തവണ പാൽപ്പായസം പുറത്തേക്ക് വെച്ച് കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങോട്ട് വിളിക്കും വേണ്ട, അങ്ങോട്ടൊന്നും വേണ്ട, മാസത്തിലൊരു തവണ പാൽപ്പായസം പുറത്തേക്ക് വെച്ച് കൊടുത്താൽ മതി, അത് പരിഹാരമായിക്കോളും, നിനക്ക് ഉപദ്രവമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം എനർജികൾ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ ദേവിയുടെയാണ് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണുന്നത്. ഈ പറയുന്ന മാടൻ രക്ഷസ് ഇവരെ എന്ന് പറയുന്നത് ദേവിയുടെ ഭൂതഗണങ്ങളായിട്ടും കാണും. എല്ലാം ഭൂതഗണങ്ങളല്ല, ഇതൊന്നും ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല. അവർക്ക് ശരിയല്ലാത്ത പാതയിൽ ആ ഊർജത്തിൻ്റെ എതിരായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് അവർ ആ ബോഡിയിലേക്ക് പ്രവേശിക്കുള്ളൂ. ഒരു മാരണം ചെയ്തിട്ടുള്ളൊരു മാരണമേറ്റൊരു പെൺകുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇപ്പം മോളെ ഇതേ പ്രായത്തിൽ ഇത്ര വണ്ണേ ഉള്ളൂ ഒരു പെൺകുട്ടി. അവൾ 4 കൂടി മാരണം ചെയ്യുമ്പോൾ 4 കൂടി എവിടെയെങ്കിലുമാണ് ഈ മാരണം കൊണ്ടുവയ്ക്കുക. അപ്പോൾ ആ പാത ഇവള് സന്ധ്യയ്ക്ക് കയറി പോണ നേരത്ത് ഒരു കുടത്തിൽ എന്തൊക്കെയാ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് കാലുകൊണ്ട് ഒരൊറ്റ തട്ട് കൊടുത്തു, തട്ടിയ സാധനം അങ്ങനെ പുഴയിലേക്ക് വീണു. പക്ഷേ ആ നിമിഷം മുതൽ ഇവൾക്ക് ബാധയാണ്, ഈ മാരണമേറ്റതാ. പിന്നെ ഇവള് നിന്ന് തുള്ളുള്ളൂ, ചാടുള്ളൂ. ചാടി മറിഞ്ഞിട്ട് വൈകുന്നേരമായ കുട്ടികളെ 2 പിടിച്ച് ഒന്നുമില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലുണ്ടാവും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിന് ഉള്ള ഒരു മാരണം ഏറ്റുള്ളതാണ്, മറ്റൊരാൾക്ക് ചെയ്തത് ഇവൾക്ക് ഏറ്റുള്ളതാണ്. അപ്പം ആ മാരണത്തിനെ മാറ്റിയപ്പോഴാണ് ഈ പെൺകുട്ടി റിലാക്സ് ആയത്. അപ്പം മാരണമുണ്ട്, ബാധകളുണ്ട്. പക്ഷെ ഭഗവതിയുടെ ഈ മൂർത്തികളോ ആരും ഉപദ്രവിക്കാൻ പോകണില്ല. ഭഗവതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഭഗവതി പോണ വഴി കൂടെ അവർ പോകണേ ഉള്ളൂ, ആരും ഒന്നും ഉപദ്രവിക്കണില്ല. ഇവർ ഉപദ്രവസ്ഥാനത്ത് നിൽക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ എനർജി എപ്പോഴാണോ നമുക്ക് ശരിയല്ലാത്തൊരു ഇതിൽ നിൽക്കുക. അപ്പം ബാധ എന്ന് പറഞ്ഞല്ലോ, മാരണമാണെങ്കിൽ ഏതൊരു മൂർത്തിനെയും മാരണത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഭഗവതിനെ ഉപയോഗിക്കുന്നവരുണ്ട്, ഈ മാടനെ ഉപയോഗിക്കുന്നവരുണ്ട്, ബ്രഹ്മരക്ഷസിന്. അതിൻ്റെ ആ നിഗൂഢമായ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മൂർത്തിനെയും ബാധയാക്കി മാറ്റാനും പറ്റും. അപ്പോൾ ബാധയാക്കി മാറ്റുമ്പോൾ മറ്റൊരാളുടെ മേലേക്ക് അയക്കുമ്പോഴാണ് ആ ഊർജം ബാധയായി മാറുന്നത്. അത് നിരുപദ്രവകാരി. അതെ, ബാധ എന്ന് പറയുമ്പോൾ ഉപദ്രവകാരിയാണ്. ദേവി ചൈതന്യം അല്ലെങ്കിൽ ഏതൊരു ചൈതന്യം, ഏതൊരു ദേവതാ ചൈതന്യം ഒരാളെ ഉപദ്രവിക്കാൻ പോകണില്ല. അതിനെ പ്രയോഗിച്ചു വിടുന്ന രീതി മാറുമ്പോൾ മാത്രമാണ് അത് ഉപദ്രവകാരിയായി മാറുന്നത്.